രീതിയിലുള്ള വോട്ടർ ടേൺ ഔട്ടാണ് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ വരുന്നത്. അപ്പൊ അത് ഒരു പക്ഷേ അവിടെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ സാധാരണ അവിടെ ആളുകൾ വോട്ട് ചെയ്യാനൊന്നും അങ്ങനെ കാര്യമായിട്ട് വരാറൊന്നുമില്ല. അവര് എപ്പോഴും വിഘടനവാദവും അതുപോലെ തന്നെ ഇന്ത്യൻ ഡെമോക്രസിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ എതിരായിട്ട് നിലകൊള്ളുക എന്നുള്ള ഒരു മെന്റാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ആ ഒരു ഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു വലിയ ടേൺ ഔട്ടിലേക്ക് ഇപ്പോ 2 ഫേസിലായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ മാറി എന്നുള്ളത് വലിയ ഒരു മെസ്സേജ് ആണെന്നാണ് ഞാൻ റീഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോ 3ാം ഘട്ടത്തിന് ശേഷവും തുടക്കം മുതലേ തന്നെ ബംഗാളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് നമുക്ക് കാണാനുണ്ട്. ബംഗാള് സാധാരണഗതിയിൽ ഈ